സിറോ മലബാർ സഭ പിളർന്ന് രണ്ടാകുമോ? മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സഭയിൽ പൊട്ടിപ്പുറപ്പെട്ട തർക്കങ്ങൾ ആ നിലയിലാണ് എത്തിയിരിക്കുന്നത്. സിറോ മലബാർ സഭയിൽ നിന്ന് പിളർന്നു മാറാൻ എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതിയും അച്ചടക്ക നടപടിയിലൂടെ വിമതരെ പുറത്താക്കാൻ വത്തിക്കാനും ഒരുങ്ങിയതോടെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് സിറോ മലബാർ സഭ. പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട ഘട്ടത്തിൽ റാഫേൽ തട്ടിലാണ് ചില സമവായ നിർദ്ദേശങ്ങൾ വെച്ചത്. സഭാവിരുദ്ധമായി പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാന 3 മാസം കൂടി നടത്താൻ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സാവകാശം കിട്ടി. ഈ സമയപരിധി അവസാനിച്ചതോടെ അടുത്ത നടപടിയിലേക്ക് വത്തിക്കാൻ കടന്നു. വിമത വിഭാഗത്തിന് ചട്ടപ്രകാരമുള്ള അവസാന മുന്നറിയിപ്പ് നൽകാൻ വത്തിക്കാനിലെ പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ തലവൻ കർദിനാൾ ക്ലൗദിയോ ഗുജോറോത്തി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരിനോട് ആവശ്യപ്പെട്ടു. പൊന്തിഫിക്കൽ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസ്ലിന്റെ അനുമതിയോടെ ബിഷപ്പ് പുത്തൂർ വിളിച്ച വൈദിക സമിതിയിലാണ് നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. വൈദിക സമിതി യോഗത്തിന്റെ തുടക്കം തന്നെ ബഹളത്തിൽ മുങ്ങി. സമ്മേളനം വിളിച്ചു ചേർത്ത ബിഷപ്പ് പുത്തൂർ ഏകീകൃത കുർബാന ചൊല്ലാൻ വിസമ്മതിക്കുന്ന വൈദികർക്കെതിരെ അപ്പോസ്തലിക് ട്രിബ്യൂണൽ വിചാരണ ആരംഭിക്കുമെന്ന വാചകം വായിച്ചതോടെയാണ് ബഹളം തുടങ്ങിയത്. അങ്ങനെയെങ്കിൽ 450 വൈദികർക്കെതിരെ നടപടിയെടുക്കാൻ വൈദിക സമിതി വത്തിക്കാനെ വെല്ലുവിളിക്കുന്നു. സമ്മേളനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത വൈദിക സമിതി നേതൃത്വം അതിരൂപതയെ സിറോ മലബാർ സഭ സിനഡിൽ നിന്ന് വേർപെടുത്തി മറ്റൊരു സഭയാക്കി മാറ്റണമെന്ന പ്രമേയം പാസാക്കി. ജനാഭിമുഖ കുർബാന അല്ലാതെ മറ്റൊന്നും അതിരൂപതയിൽ അനുവദിക്കില്ലെന്ന് വൈദിക സമിതി കട്ടായം പറഞ്ഞു. ഇതോടെ സമ്മേളനം പിരിച്ചുവിട്ടതായി ബിഷപ്പ് ബോസ്കോ അറിയിച്ചു. അടുത്ത ദിവസം വത്തിക്കാനിലെത്തി മാർപ്പാപ്പയെ സന്ദർശിക്കാനാണ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനും സിനഡ് അംഗങ്ങൾക്കും ലഭിച്ച നിർദ്ദേശം. ബിഷപ്പ് ബോസ്കോ പുത്തൂരിനെയും ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനെയും ഇവർക്കൊപ്പം വത്തിക്കാനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. സിറോ മലബാർ സഭയെ സംബന്ധിച്ച നിർണായക പ്രഖ്യാപനങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും.